നമസ്കാരം. കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് മാത്രമാണ് കഴിഞ്ഞ ദിവസം പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടന്ന ആ അക്രമ സംഭവം നമ്മളൊക്കെ അറിയാനിടയായത്. ഇല്ലായിരുന്നുവെങ്കിൽ ഇവിടുത്തെ മുഖ്യധാര മാധ്യമങ്ങൾ അടക്കമുള്ളവർ അത് വളരെ ഭംഗിയായിട്ട് പൊതിഞ്ഞു പിടിച്ചേനെ. അങ്ങനെ സോഷ്യൽ മീഡിയ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ജനങ്ങളൊക്കെ ആ സംഭവം അറിഞ്ഞു. ആ സംഭവം അറിയാത്തവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കാൻ വേണ്ടി ചുരുക്കത്തിൽ പറയാം. ഈരാറ്റുപേട്ടയിൽ നിന്നുള്ള ചില നാമധാരികൾ സ്ഥിരമായി ഈ ഫൊറോന പള്ളിയുടെ മുന്നിൽ, അതായത് പള്ളി അങ്കണത്തിൽ തന്നെ ഏതാനും കാറുകളും ഇരുചക്ര വാഹനങ്ങളുമായിട്ട് നിരന്തരം വരികയും വാഹന കച്ചവടം, മറ്റു ചില കലാപരിപാടികൾ, മോട്ടോർ റൈസിംഗ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നു. ഏതാനും ദിവസങ്ങളായി ഈ പള്ളിയിൽ, അതായത് സെന്റ് മേരീസ് പള്ളിയിൽ ധ്യാനവും പ്രാർത്ഥനയൊക്കെ നടന്നു വരികയാണ്. അങ്ങനെ ഈ സംഭവം നടന്ന ദിവസം ഇവരുടെ പതിവ് കലാപരിപാടിയൊക്കെ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അവിടുത്തെ അസിസ്റ്റന്റ് വികാരി കൊച്ചച്ചൻ വന്നിട്ട് ഇത് ശരിയല്ല, ഇത് പറ്റില്ല എന്ന് പറയുകയും തുടർന്നുണ്ടായ കശപിശയിൽ അവരിലൊരാൾ വാഹനം ഇടിപ്പിക്കുന്നു. ഇദ്ദേഹത്തെ വധശ്രമം എന്ന് അവർ തന്നെ ആരോപിക്കുന്നു. വീണ ഈ കൊച്ചച്ചൻ എണീറ്റ് വരുമ്പോൾ വീണ്ടും വാഹനം ഇടിപ്പിക്കുന്നു. അങ്ങനെ അദ്ദേഹത്തിന് സാരമായി പരിക്ക് പറ്റുന്നു. പിന്നീട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആവുന്നു. ഇതാണ് നടന്ന സംഭവം. അതിനുശേഷം അറിയാമല്ലോ, പള്ളിയാണ്, അവിടെ കൂട്ടമണി അടിക്കപ്പെടുന്നു. വാട്സപ്പ് വഴി സന്ദേശങ്ങൾ പായുന്നു. നിമിഷങ്ങൾക്കകം അവിടെ വിശ്വാസികൾ തടിച്ചുകൂടുന്നു. വലിയ പ്രതിഷേധമൊക്കെ ആവുന്നു. ഇത്രയുമൊക്കെ സംഭവിച്ചിട്ടും അവിടുത്തെ ലോക്കൽ പോലീസൊക്കെ അവിടെ വന്നിട്ടും പ്രധാനപ്പെട്ട മാധ്യമങ്ങളിൽ ഇതൊന്നും ലൈവ് കാണിക്കുകയുണ്ടായില്ല, വാർത്തയായിട്ട് കാണിക്കുകയുണ്ടായില്ല. ദീപിക പത്രം പോലെയുള്ള ചില പത്രങ്ങൾ മാത്രമാണ് ഇത് വാർത്തയെങ്കിലും ആക്കിയത്. വളരെ ഭംഗിയായിട്ട് അവർ ഒതുക്കപ്പെട്ടു. നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഉത്തരേന്ത്യയിൽ ഏതെങ്കിലും കുഗ്രാമത്തിൽ ഒരു സാധാരണ കൊലപാതകം നടന്നാൽ പോലും അതിലെ ഇരയാര്, പ്രതിയാര് എന്നൊക്കെ നോക്കിയിട്ട് ഇര ഏതെങ്കിലും ഒരു ന്യൂനപക്ഷക്കാരനാണെങ്കിൽ, പ്രതി ഭൂരിപക്ഷക്കാരനാണെങ്കിൽ അത് വർഗീയ വിഷം കലർത്തി തന്നെ ആ രൂപത്തിലായിരിക്കും നമുക്ക് ഇവർ വിളമ്പിത്തരുന്നത്. അവരിവിടെ രണ്ട് ന്യൂനപക്ഷക്കാർ തമ്മിലുള്ള ഒരു വിഷയം, അത് ഇനി നാട്ടുകാരറിഞ്ഞാലും അല്ലെങ്കിൽ ജനം അറിഞ്ഞാലും വലിയ വിഷയമൊന്നും ആവാൻ പോണില്ല. കാര്യം രണ്ട് ന്യൂനപക്ഷമാണ്. ആയാൽ തന്നെ ഒരു ചെറിയ പ്രദേശത്ത് മാത്രമാവുന്ന സംഭവത്തിൽ പോലും അവർ ഇത്ര ഭംഗിയായിട്ട് അത് പൊതിഞ്ഞു പിടിച്ചിട്ടാണ് നമ്മളോട് പറഞ്ഞത് എന്ന് ഓർക്കുക. എന്നാൽ മറിച്ച് മറ്റേ വിഷയമാണെങ്കിൽ അത് വലിയ കലാപത്തിന് കാരണമാവുന്ന കാര്യമാണ്. അതായത് ന്യൂനപക്ഷ ഭൂരിപക്ഷ സംഘർഷം എന്നത് അതിവർ പരമാവധി ആളിക്കത്തിക്കുകയും ചെയ്യും. അവിടെയാണ് ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അവരെ ആ ഇരട്ടത്താപ്പ് കാണിച്ച് ഇത് തെരഞ്ഞെടുപ്പ് സമയമാണ്, അവർക്ക് താല്പര്യമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഇത് തിരിച്ചടിയാവും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവിടുത്തെ മാധ്യമങ്ങൾ അത് കാണിക്കുക പോലും ഉണ്ടായില്ല. പക്ഷേ അതുകൊണ്ടൊന്നും ഈ ഇരയാക്കപ്പെട്ടവർ, അതായത് ഈ ആക്രമിക്കപ്പെട്ട പള്ളിയിലച്ഛനും അവിടുത്തെ കൊച്ചച്ഛനും അദ്ദേഹത്തിന്റെ സഭയും ഇതങ്ങനെ വെറുതെ വിട്ടിട്ടില്ല. അവർ ഇന്നൊരു ഔദ്യോഗികമായിട്ടൊരു പ്രസ്താവന തന്നെ ഇറക്കിയാണ്. സീറോ മലബാർ സഭയുടെ ആയിട്ടാണ് ആ പ്രസ്താവന വന്നിരിക്കുന്നത്. പബ്ലിക് അഫയേഴ്സ് കമ്മീഷന്റെ ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിന്റെയും ആരാധനാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റം അപലപനീയം, സീറോ മലബാർ സഭ, ഈ ഒരു കൊലപാതകത്തിലാണ് അവർ ഔദ്യോഗികമായിട്ട് തന്നെ ഒരു പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. പാലാരൂപതയിലെ പൂഞ്ഞാർ സെന്റ് മേരീസ് ഫൊറോന പള്ളിക്കും വൈദികനും എതിരെ ഉണ്ടായ അതിക്രമം തികച്ചും അപലപനീയമാണെന്നും സർക്കാർ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സീറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവനയിൽ ആവശ്യപ്പെട്ടു. പള്ളിയിൽ ഫെബ്രുവരി 23 വെള്ളിയാഴ്ച വിശുദ്ധ കുർബാനയുടെ ആരാധന നടക്കുന്ന സമയത്ത് പുറത്തുനിന്നെത്തിയ 50-ലധികം വരുന്ന ചെറുപ്പക്കാരുടെ സംഘം 8-ലധികം കാറുകളിലും കുറച്ച് ബൈക്കുകളിലുമായി പള്ളിയുടെ കുരിശിൻതൊട്ടിയിൽ അതിക്രമിച്ച് കയറി ബഹളം വെക്കുകയും ആരാധന തടസ്സപ്പെടുത്തുന്ന രീതിയിൽ വാഹനങ്ങൾ ഇരപ്പിക്കുകയും ചെയ്ത് ക്രൈസ്തവരുടെ മതസ്വാതന്ത്ര്യത്തിന്റെയും ആരാധനാവകാശങ്ങളുടെയും മേലുള്ള കടന്നുകയറ്റമായി മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനെതാ ഒരു ഔദ്യോഗിക ഭാഷ്യം കൂടി കൈവന്നിരിക്കുന്നു. കഴിഞ്ഞ ദിവസം PC ജോർജിനെ പോലുള്ളവർ പറഞ്ഞ സമാനമായിട്ടുള്ള കാര്യമാണ്. പലരും അതിലൊക്കെ ഒരു രാഷ്ട്രീയം കൊണ്ടാണ്, അല്ലെങ്കിൽ നേരത്തെ തന്നെ ലവ് ജിഹാദ്, നാർക്കോട്ടിക് ജിഹാദ് തുടങ്ങിയ വിഷയത്തിൽ ഈ ഒരു വിഭാഗവുമായിട്ട് ഈ ഒരു സഭ ഉരസലിലാണ്, അതിന്റെ ബാക്കി പത്രമായിട്ട് ഉണ്ടാക്കി പറയുന്നതാണ് എന്നൊക്കെ ചിലർ ധരിച്ചിരിക്കാം. പക്ഷെ ഇനി ആ ധാരണയൊന്നും വേണ്ട. ഔദ്യോഗികമായിട്ട് തന്നെ അവർ അത് പ്രസ്താവനയായിട്ട് തന്നെ പറഞ്ഞിരിക്കുന്നു. ഇങ്ങനെ സംഭവം നടന്നിരുന്നു, ഇത് അനുവദിക്കാൻ പാടില്ല എന്നും ഇവിടുത്തെ അധികാരികൾ അതിനെതിരെ നടപടി എടുക്കണമെന്ന്. പക്ഷേ നടപടി ഉണ്ടാവുമോ ഇല്ലയോ, ഇവർ അറസ്റ്റ് ചെയ്യപ്പെടുമോ എന്നതൊക്കെ ഇനി കണ്ടു തന്നെ അറിയേണ്ട കാര്യമാണ്. കാരണം ഇത് കേരളമാണ്, ഇവിടെ കുറെ കാലമായിട്ട് ഇങ്ങനെ തന്നെയാണ്. വെബ് ഡെസ്ക് കർമ്മ ന്യൂസ്.